ഇരട്ടത്താപ്പും സ്വാർത്ഥ രാഷ്ട്രീയവും തുറന്നു കാട്ടപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന് മറുപടിയില്ലാതാകുന്ന കാഴ്ചയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസ് സഖ്യം ഭരിക്കുന്ന ജാർഖണ്ഡിൽ പരീക്ഷാ പേപ്പർ ചോർച്ച കാരണം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലും സംഘവും എവിടെ പോയി എന്നാണ് പ്രക്ഷോഭകരായ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. കേന്ദ്ര തലത്തിലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന രാഹുൽ സ്വന്തം സഖ്യ സർക്കാർ നടത്തുന്ന തട്ടിപ്പുകൾക്ക് മുന്നിൽ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാജകുമാരനും രാജകുമാരിയും നടത്തിയ ആ പ്രതിഷേധ പ്രകടനം. ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള മേഖലയിലേക്കാണ് ഈ രാജകുമാരനും രാജകുമാരിയും മാർച്ച് നടത്തിയത്. വിയറ്റ്നാമിലും പട്ടായയിലുമൊക്കെ ഈ രാജകുമാരന്റെ സന്ദർശനവും വിനോദയാത്രയും കഴിഞ്ഞെത്തിയ ശേഷമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ 140 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇയാൾ മാർച്ച് നടത്തിയത്. ഇയാൾക്ക് റാഞ്ചിയിലേക്ക്, ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലേക്ക് പോകാനുള്ള വഴി ആരെങ്കിലും കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാകില്ല. അഭിജിത്ത് ദീപ്കെ എന്ന കള്ളൻ, തനിക്കള്ളൻ, കൊടും ക്രിമിനൽ, ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പിമ്പ് ഇനിയും ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടക്കുന്ന ആ പ്രതിഷേധം കണ്ടതായി ഭാവിച്ചിട്ടില്ല. പഞ്ചാബിൽ ഈ ആം ആദ്മി സർക്കാരിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി, കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രി, അയാളുടെ ആ സമയത്ത്, അയാൾ ഇരിക്കുന്ന ഈ സമയത്ത് പരീക്ഷാ പേപ്പർ ചോർന്നതിൽ കമാന്തം മിണ്ടുന്നില്ല. ഈ അഭിജിത്ത് ദീപ്കയും സൗരവ് ദാസും അശുതോഷ് ശൃംഗയും പോലെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ മാതാവിനെ വരെ അപമാനിച്ച നികൃഷ്ട ജീവികൾ ഇനിയും ഈ രാജ്യത്തെ യുവജനത ഇവരെയാണോ വിശ്വസിക്കേണ്ടത് എന്ന് ഒരു വട്ടം കൂടി ആലോചിക്കണം. വാർത്തയിലേക്ക്. നിങ്ങളുടെ പങ്കാളിത്തമുള്ള സർക്കാരാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. എന്നിട്ടും ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? രാഹുലിനെതിരെ ജാർഖണ്ഡിലെ യുവത്വം ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ ഇപ്പോൾ രാജ്യത്തുടനീളം വലിയ ചർച്ചയാവുകയാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ വേദിയിൽ സമരം നടത്തുന്നവർക്കായി ശബ്ദമുയർത്തുന്ന രാഹുൽ കോൺഗ്രസ് സഖ്യ ഭരണത്തിന് കീഴിൽ നടക്കുന്ന അഴിമതികളും പേപ്പർ ചോർച്ചകളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ തുറന്നടിച്ചു. अगर आप इतने सच्चे हैं तो आपको झारखंड के युवाओं का दर्द क्यों नहीं दिखाई दे रहा है? आप यहाँ झारखंड क्यों नहीं आ रहे हैं? मेरा सवाल राहुल गांधी जी से है कि आप प्लीज यहाँ झारखंड के बच्चों का दर्द समझिए. आप वहाँ दिल्ली गए, क्या वहाँ पे ओपोजिशन की पार्टी थी इसलिए बस गए थे? यहाँ आपकी सरकार है, यहाँ आपके गठबंधन की सरकार है, तो आप यहाँ क्यों नहीं आ रहे? कौन आएगा बताइए? अगर आप झारखंड के बच्चों का भविष्य नहीं सुधार सकते हैं तो बताइए, अगर आप झारखंड नहीं संभाल सकते हैं, मैं आपको पूरा देश कैसे दे दूं? രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കോ ഇടത് ലിബറൽ അജണ്ടകൾക്കോ സ്വാധീനിക്കാൻ സാധിക്കാത്ത മാതൃരാജ്യത്തോട് കൂറുള്ള ദേശീയതാ മനോഭാവമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് റാഞ്ചിയിൽ തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുന്നത്. സമാധാനപരമായ മാർഗത്തിലൂടെ സുതാര്യമായ ഭരണത്തിനും പരീക്ഷാ പരിഷ്കാരങ്ങൾക്കുമായി പോരാടുന്ന ഈ ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന നേതാക്കളുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. നീതി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ അവഗണിക്കുകയും തങ്ങൾക്ക് സൗകര്യമുള്ള വിഷയങ്ങളിൽ മാത്രം രാഷ്ട്രീയം തിരയുകയും ചെയ്യുന്ന നേതാക്കൾക്ക് റാഞ്ചിയിലെ തെരുവുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. കോൺഗ്രസ് ഭരണത്തിന് കീഴിലെ ക്രമക്കേടുകൾ മറച്ചുവെച്ച് യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇനി നടപ്പില്ലെന്ന് പ്രക്ഷോഭകർ ആവർത്തിക്കുന്നു. ജനം, ഡൽഹി.